ഫ്രണ്ട്സിനെയും ഫാമിലിയും കണക്ട് ചെയ്യുന്ന ആപ്പിൽ നിന്ന് ഫേസ്ബുക്ക് ഒരുപാട് വളർന്നിട്ടുണ്ട്. ഫേസ്ബുക്ക് ഇന്ന് ലോകത്തിലെ സോഷ്യൽ മീഡിയ സെഗ്മെന്റ് അടക്കി വാഴുന്ന ഒരു മൊണോപ്പൊളി ബിസിനസ് മാത്രമല്ല, മറിച്ച് ലോകത്തിലെ കോടിക്കണക്കിന് ബിസിനസ്സിന് സഹായിക്കുന്ന ഒരു ബിസിനസ് ടൂൾ കൂടിയാണ്. ബിസിനസ്സുകൾക്ക് അവരുടെ പ്രോഡക്റ്റോ സർവീസോ മാർക്കറ്റ് ചെയ്യാൻ ഫേസ്ബുക്കിനേക്കാൾ നല്ലൊരു ടൂൾ ഇന്ന് നിലവിൽ ലോകത്തിലില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കഴിഞ്ഞ ക്വാർട്ടറിൽ മാത്രം ഫേസ്ബുക്കിൻ്റെ വരുമാനം 2 ലക്ഷം കോടി രൂപയ്ക്ക് പുറത്താണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഫേസ്ബുക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളൊരു ഓൺട്രപ്രണർ ആണെങ്കിലോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ഡിജിറ്റൽ കരിയർ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇന്നത്തെ വീഡിയോയിൽ ഫേസ്ബുക്കിൻ്റെ ഹിസ്റ്ററി, എങ്ങനെ ഫേസ്ബുക്ക് വഴി മാർക്കറ്റ് ചെയ്യാം, എങ്ങനെ ഫേസ്ബുക്ക് വഴി പേജ് ക്രിയേറ്റ് ചെയ്യാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫേസ്ബുക്ക് പോസ്റ്റ് ഏതൊക്കെയാണ്, ഫേസ്ബുക്കിൽ നമുക്ക് എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാം, ആ മാർക്കറ്റിംഗ് എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ ഡേറ്റ സയൻസിങ്, ഡേറ്റ അനലിറ്റിക്സ്, ബിസിനസ് അനലിറ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, മേൺ സ്റ്റാക്ക്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫൈനാൻസ്, അക്കൗണ്ടിംഗ്, ടെക്നോളജി തുടങ്ങിയ വീഡിയോകളാണ് പോസ്റ്റ് ചെയ്യുന്നത്. എഡ്യൂ ലേണിംഗ് എയിമിന് ഫ്രഷേഴ്സ് ആയിട്ടുള്ള കരിയർ ഗ്യാപ്പ് വന്നവർക്കും ഒരു IT കരിയർ എനേബിൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ 3 വർഷക്കാലഘട്ടമായിട്ട് 1000-ഓളം പേർക്ക് സക്സസ്ഫുള്ളി ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ സഹായിച്ചു എന്നുള്ള ആത്മവിശ്വാസത്തിൽ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. നിങ്ങൾക്കും നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു മേഖലയിൽ IT കരിയർ നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് us at 9746211123. So once again, I'm Sahir. Welcome to the new video for Edu Learning. നമുക്ക് ആദ്യമായിട്ട് ഫേസ്ബുക്കിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. 2004 ഹാർവാർഡ് സ്റ്റുഡൻസ് ആയ മാർക്ക് സക്കർബർഗ്, ക്രിസ് ഹ്യൂഗ്സ്, എഡ്വാർഡോ സാവറിൻ ആൻഡ് ഡസ്റ്റിൻ മോക്കോവിച്ച് എന്ന് പറയുന്ന 4 സുഹൃത്തുക്കൾ ചേർന്ന് thefacebook.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത സമയത്ത് ഹാർവാർഡ് സ്റ്റുഡൻസിന് പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്യാനും ക്ലാസ് റിലേറ്റഡ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനും മാത്രമേ ഫേസ്ബുക്ക് വഴി കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ കുറച്ച് മാസം കൊണ്ട് തന്നെ ഈ പ്ലാറ്റ്ഫോം വൈറലാവുകയും ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് ഇതിൻ്റെ ആക്സസ് കൊടുക്കുകയും ചെയ്തു. 2004 അവസാനമായപ്പോൾ ഏകദേശം 1 മില്യൺ ആക്റ്റീവ് യൂസേഴ്സായി. 2005 അവസാനമായപ്പോൾ ഏകദേശം 6 മില്യൺ ആക്റ്റീവ് യൂസേഴ്സ് ഈ പ്ലാറ്റ്ഫോമിനുണ്ടായി. 2006 ഫേസ്ബുക്ക് ഫണ്ടിംഗ് ഒക്കെ റൈസ് ചെയ്തതിനു ശേഷം 13 വയസ്സിന് ശേഷമുള്ള എല്ലാവർക്കും ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം അല്ലെങ്കിൽ ആക്സസിബിൾ ആക്കിയത്. ഇതിൻ്റെ കൂടെ തന്നെ 2006 ബിസിനസ്സുകൾക്ക് അഡ്വർടൈസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നൽകി. ഇന്നിപ്പോൾ 2024 എത്തി നിൽക്കുമ്പോൾ 30 ലക്ഷത്തിൽ പരം ബിസിനസ്സാണ് എല്ലാ മാസവും ഫേസ്ബുക്കിൽ അഡ്വർടൈസ് ചെയ്യുന്നത്. ഇതിലൂടെ എല്ലാ മാസവും ആവറേജ് 1 ലക്ഷം കോടി ഇന്ത്യൻ മണിക്ക് പുറമെ ഫേസ്ബുക്ക് എന്ന കമ്പനി റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഫേസ്ബുക്ക് വഴി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ കഴിയുന്നതെന്ന് നോക്കാം. ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് അല്ലെങ്കിൽ ബിസിനസ്സുകൾക്ക് ഒരു അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഫേസ്ബുക്ക്. ഇതിൻ്റെ പ്രധാന കാരണം റീസെൻറ്റ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഫേസ്ബുക്കും അതിൻ്റെ അനുബന്ധ പ്ലാറ്റ്ഫോംസിലും എല്ലാ മന്തിലും 300 കോടി ജനങ്ങൾ അല്ലെങ്കിൽ 3 ബില്യൺ യൂസേഴ്സാണ് ആക്റ്റീവായിട്ട് ഉള്ളതെന്നുള്ളതാണ്. അതായത് ലോകത്തിലെ ജനസംഖ്യയുടെ 37% യൂസേഴ്സും ഫേസ്ബുക്ക് എന്ന പ്ലാറ്റ്ഫോം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാ മാസവും യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. രണ്ടാമത് വരുന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഇമ്പാക്ട്ഫുൾ എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം എല്ലാ കമ്പനീസിനും ഇമ്പാക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആൾക്കാരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാനാണ്. ഫേസ്ബുക്കുമായി അനുബന്ധ പ്ലാറ്റ്ഫോമും ആവറേജ് അതിൻ്റെ ആക്റ്റീവ് യൂസേഴ്സിന് ഒരു ദിവസം 1 മണിക്കൂറോളം സമയം സ്പെൻഡ് ചെയ്യുന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് അതിലെല്ലാം അവർ ആവറേജ് 1 മണിക്കൂർ ദിവസം സ്പെൻഡ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇത് അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാ ബിസിനസ്സുകാർക്കും തുറന്നു നൽകുന്നത്. ഇനി ഫേസ്ബുക്ക് വഴി ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിംഗ് തന്ത്രങ്ങളെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ മാത്രമുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വേണ്ടി ചെയ്യാൻ കഴിയുന്നതാണ്. ഏതൊരു ബിസിനസ്സും ഫേസ്ബുക്ക് വഴി മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഫേസ്ബുക്കിലൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫേസ്ബുക്ക് പേജിനെ നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫൈൽ പോലെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഫൈലായിട്ട് കരുതിയാൽ മതി. ഫേസ്ബുക്ക് ബിസിനസ്സിന് വേണ്ടി പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് തികച്ചും ഫ്രീ ആണ്. ഇതിനായിട്ട് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് സൈൻ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ facebook.com എന്ന പ്ലാറ്റ്ഫോമിൽ സൈനപ്പ് ചെയ്യുക. അതിനുശേഷം facebook.com/pages/create എന്ന URL പോവുക. ഫേസ്ബുക്ക് പേജാണ്. അതിൽ താഴോട്ടൊരു സീനിയർ ബട്ടൺ കാണും. ഇവിടെ പ്രസ് ചെയ്ത് താഴോട്ടൊരു പേജസ് എന്ന ഓപ്ഷൻ കാണും. ഇപ്പം എഡ്യൂറിൻ്റെ പേജസ് അവിടെ കാണിക്കുന്നു. ഞാനിവിടെ ക്രിയേറ്റ് ന്യൂ പേജ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ പേജ് നെയിം എന്താണെന്ന് ചോദിക്കുകയാണ്. ഞാനിവിടെ സാമ്പിൾ പേജ്, കാറ്റഗറി റിക്വയർഡ്, നമുക്കിപ്പോൾ എന്തെങ്കിലും എന്താണോ കാറ്റഗറി അത് കൊടുക്കുക. നിങ്ങൾക്കുള്ള ബിസിനസ് എന്താണെന്ന് കൊടുക്കുക. ഞാനിവിടെ എഡ്യൂക്കേഷൻ എന്ന് കൊടുക്കുകയാണ്. എഡ്യൂക്കേഷൻ എടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വരും. നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, സ്കൂൾ, NGO അങ്ങനത്തെ കാര്യം. ഞാൻ എഡ്യൂക്കേഷൻ കൊടുത്തു. നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ
We help graduates at job. സോ ഇങ്ങനെ കൊടുത്ത് ക്രിയേറ്റ് പേജ് കൊടുക്കുക. ഇതിപ്പം നമ്മൾ എഡ്യൂ ലേണിങ്ങിൻ്റെ പേജ് നിൽക്കുകയാണ്. നമുക്കിവിടെ നിന്ന് ലീഡ് സെൻറ്റർ, ഇതൊക്കെ അഡ്വാൻസ് ലീഡ് സെൻറ്ററൊക്കെ അഡ്വാൻസ് ലീഡ് ജനറേഷൻ ടോപ്പിക് ഓഫ് ആഡ് ചെയ്യുമ്പോൾ വരുന്നതാണ് പ്രൊഫഷണൽ ഡാഷ്ബോർഡ്. സോ ലാസ്റ്റ് വീക്ക് ഇട്ട പോസ്റ്റിന് എത്ര ലൈക്ക് കിട്ടി, റീച്ച് കിട്ടി, അങ്ങനത്തെ കാര്യങ്ങളാണ്. തിരിച്ച് ഹോമിലോട്ട് പോയി കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ കവർ ഫോട്ടോ മാറ്റാം. എനിക്കിപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സിമിലർലി എനിക്കിവിടെ എന്താ പറയുക, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ പിക്ക് മാറ്റാൻ കഴിയും. ഇതൊക്കെ നമ്മളുടെ പേജിലുള്ളതുപോലെ തന്നെയാണ്, നമ്മൾ നോർമലി ഫേസ്ബുക്ക് പേജ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ദെൻ വി ഹാവ് ആൻ ഓപ്ഷൻ ഫോർ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓഡിയൻസ് ആണ്. നമ്മളുടെ ഇതിൽ ഏതൊക്കെ ടൈപ്പ് ഓഡിയൻസ് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കാണുന്നതെന്നുള്ളത് നമുക്ക് ഈ ഓപ്ഷൻ ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയെ കുറിച്ചുള്ളൊരു ബയോ കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം, നമ്മുടെ വെബ്സൈറ്റും ബൈ കാര്യങ്ങളും കൊടുക്കാൻ പറ്റുന്നതാണ്. ബേസിക്കലി എന്തൊക്കെയാണ് കോൺട്രാക്റ്റഡ് ഫോർ, ഏത് കാറ്റഗറിയിലാണ്, എന്തൊക്കെ സർവീസ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്രൈസും അങ്ങനത്തെ സോഷ്യൽ മീഡിയ ലിങ്കൊക്കെ കൊടുക്കാം. ദെൻ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ അക്സസിബിലിറ്റി നമുക്ക് കാണാനുള്ള കാര്യങ്ങളാണ് പ്രിഫറൻസിൽ. ഓഡിയൻസ് ആൻഡ് വിസിബിലിറ്റി, പേജ് ഡീറ്റെയിൽസ്, പീപ്പിൾസിനെ എങ്ങനെ നമ്മൾ കോൺടാക്ട് ചെയ്യാം, പോസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ. നമുക്ക് ആഡ് റൺ ചെയ്യണമെങ്കിൽ ആഡിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. ഇവിടെ ആഡ് ബേസിക്കലി ഞങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്, പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ വളരെ എളുപ്പമാണ്. ആക്സസ് ആൻഡ് കൺട്രോൾ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പേജ് നമ്മൾ സെറ്റിങ്സ് താഴെ മോർ ടൂൾസ് ഉണ്ട് കാണാം. ഇതുവഴി നമുക്ക് ഡിഫറെൻറ്റ് സോർട്ട് ഓഫ് വാട്സപ്പ് മെസ്സേജിങ്, ലീഡ് കിട്ടുന്നത്, കോൾസ് കിട്ടുന്നത്, വെബ്സൈറ്റിൽ ബൂസ്റ്റ് ചെയ്യാം, നമ്മുടെ ആപ്പ് പ്രൊമോട്ട് ചെയ്യാം, പേജ് പ്രൊമോട്ട് ചെയ്യാം, ബിസിനസ് ലോക്കലി പ്രൊമോട്ട് ചെയ്യാം, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഇനിയുള്ള വീഡിയോയിൽ ഓരോ ആഡിനെ കുറിച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്. ഇത്രയാണ് ബേസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു ഫേസ്ബുക്ക് പേജിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്പർ 1 ഫേസ്ബുക്ക് ടെക്സ്റ്റ് പോസ്റ്റ്. ഇത് ടെക്സ്റ്റിലൂടെ നമ്മളൊരു മെസ്സേജ് കൺവേ ചെയ്യുന്നതാണ് ഫേസ്ബുക്ക് ടെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഫേസ്ബുക്ക് അൽഗോരിതം ഒരിക്കലും ടെക്സ്റ്റ് പോസ്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേജിൽ ട്രാഫിക് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും ടെക്സ്റ്റ് പോസ്റ്റ് ഇട്ടിട്ട് കാര്യമില്ല. രണ്ടാമതാണ് ഫേസ്ബുക്ക് ഇമേജസ്. ഫേസ്ബുക്ക് പേജിൽ എൻഗേജ്മെൻറ്റ് കൂട്ടാൻ ഏറ്റവും നല്ലൊരു മാധ്യമമാണ് ഫേസ്ബുക്ക് ഇമേജസ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് പോസ്റ്റിനെ അപേക്ഷിച്ച് 2.3 ടൈംസ് എൻഗേജ്മെൻറ്റ് കൂടുതലാണ് ഫേസ്ബുക്കിൻ്റെ ഇമേജസ് പോസ്റ്റുകൾക്ക്. ഫേസ്ബുക്കിൽ ഇമേജസ് പോസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ കൃത്യമായിട്ട് ഒരേ ഫോണ്ടും ഒരേ ടെക്സ്ചറും ഒരേ ടെംപ്ലേറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സ്ലോലി നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഇടയ്ക്ക് അതൊരു ബ്രാൻഡായിട്ട് ബിൽഡ് ചെയ്യും. നിങ്ങളൊരു കൺസിസ്റ്റൻസി കൊണ്ടുവരുന്ന പോലെ കസ്റ്റമേഴ്സ് ആ ഫോണ്ടും ആ കളർ ടെംപ്ലേറ്റും ഒക്കെ വെച്ച് നിങ്ങളുടെ ബ്രാൻഡിനെ ഐഡൻറ്റിഫൈ ചെയ്ത് തുടങ്ങും. ഉദാഹരണം പറയുകയാണെങ്കിൽ പാരച്യൂട്ട് എന്ന ബ്രാൻഡ് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് വരുന്നത് പാരച്യൂട്ടിൻ്റെ ബോട്ടിലാണ്, നീല കളറുള്ള ബോട്ടിലെ മാഗിയുടെ കവറാണ് വരുന്നത്. സോ അതുപോലെ ഒരുപാട് ബ്രാൻഡുണ്ട്. നിങ്ങൾക്കും സ്ലോലി കൺസിസ്റ്റൻ്റ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡും ആ ഫോണ്ടിലും നിങ്ങളുടെ ടെംപ്ലേറ്റിലും ഒക്കെ തിരിച്ചറിയാൻ തുടങ്ങും. മൂന്നാമത്തേതാണ് ഫേസ്ബുക്ക് വീഡിയോ പോസ്റ്റ്. പണ്ട് നിങ്ങൾ
സെയിം കേട്ടിട്ടുണ്ടായിരിക്കും, പിക്ചേഴ്സ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ് എന്നുള്ളത്. എന്നാൽ എനിക്കിപ്പോൾ ഈ മാർക്കറ്റിങ്ങിനോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് വീഡിയോ സ്പീക്സ് മോർ ലൗഡർ ദാൻ ഇമേജസ് എന്നുള്ളതാണ്. ഫേസ്ബുക്കിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ ബ്രാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് വീഡിയോസ് എന്ന് പറയുന്നത്. ഫേസ്ബുക്കിൻ്റെ അനലിറ്റിക്സ് പറയുന്നത് 60% ഫേസ്ബുക്ക് യൂസേഴ്സും വീഡിയോ കാണാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. 40 ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന വീഡിയോസ് ശ്രദ്ധിച്ചാൽ മനസ്സിലായി എപ്പോഴും 40 സെക്കൻഡ് മുതൽ 1 മിനിറ്റും 15 സെക്കൻഡ് വരെ ഉള്ളതിനായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കോണ്ടന്റ്സ് അല്ലെങ്കിൽ വീഡിയോസും അതിനകത്ത് നിർത്താൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ 30 സെക്കൻഡിനും 60 സെക്കൻഡിനും ഇടയ്ക്കുള്ളതാണെങ്കിൽ നല്ലതായിരിക്കും. 4ാമത്തെ ഓപ്ഷനാണ് ഫേസ്ബുക്ക് ലൈവ്. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസുമായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് ഫേസ്ബുക്ക് ലൈവ് എന്ന് പറയുന്നത്. ഫേസ്ബുക്ക് ലൈവ് കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ യൂസേഴ്സിനും കണക്ട് ചെയ്യാൻ, അവർക്ക് അവരുടെ പ്രോബ്ലംസിനെ കുറിച്ച് അവരുടെ കൺസേൺസിനെ കുറിച്ചൊക്കെ പറയാൻ നിങ്ങളുമായിട്ടൊരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് അവർക്ക് ഫീൽ ചെയ്യും. ഇതിലൂടെ യൂസേഴ്സുമായിട്ട് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഫേസ്ബുക്ക് ലൈവിൻ്റെ നമുക്ക് പോൾസ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് യൂസേഴ്സിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ഒക്കെ കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. 5ാമത്തേതാണ് ഫേസ്ബുക്ക് സ്റ്റോറീസ്. കോണ്ടന്റ് എളുപ്പത്തിൽ കാണിക്കാൻ പറ്റുന്ന ഒരു മെത്തഡോളജിയാണ് ഫേസ്ബുക്ക് സ്റ്റോറീസ് എന്ന് പറയുന്നത്. ഫേസ്ബുക്ക് സ്റ്റോറീസിനാണ് കറൻ്റ്ലി ഫേസ്ബുക്ക് അൽഗോരിതം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. പക്ഷേ ഫേസ്ബുക്ക് സ്റ്റോറീസിന് പ്രത്യേകം 24 മണിക്കൂർ മാത്രമേ ഈ സ്റ്റോറീസ് നമ്മുടെ പേജിൽ സ്റ്റേ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. ഇത്രയും കോണ്ടന്റ്സ് ആണ് ബേസിക്കലി നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. പക്ഷേ തുടക്ക കാലഘട്ടത്തിലൊക്കെ ഫേസ്ബുക്ക് നമ്മളുടെ കോണ്ടന്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വളരെ പരിമിതികൾ വയ്ക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നിങ്ങളുടെ കോണ്ടന്റ് യൂസേഴ്സ് എത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെ അകത്ത് മാർക്കറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റുകളും വീഡിയോസൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ദിവസം വെറും 85 രൂപ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് കീഴുന്ന ഓരോ കണ്ടന്റും പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നിങ്ങളിടുന്ന പോസ്റ്റിന് താഴെയുള്ള ബൂസ്റ്റ് പോസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതിയാവും. അതിൻ്റെ അകത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് യൂസേഴ്സിനേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ പേയ്മെൻറ്റ് നടത്തിയാണ് ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് കൃത്യമായ ഓഡിയൻസിലെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് തരുന്നുണ്ട്. യൂസേഴ്സ് ഏത് ഏജ് ലിമിറ്റ് ഉള്ളതാണ്, അവർ ഏത് ലൊക്കേഷനുള്ളതാണ്, അവരുടെ ജോണർ എന്താണ്, ഇൻട്രസ്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാറ്റഗറൈസ് നമുക്കൊരു യൂസർ പേഴ്സോൺ ഉണ്ടാക്കാൻ കഴിയും. ഫേസ്ബുക്കിൽ ബൂസ്റ്റ് പോസ്റ്റ് മാത്രമല്ല, ബൂസ്റ്റ് പോസ്റ്റിലൂടെ ബേസിക്കലി ബ്രാൻഡ് അവയർനെസ് മാത്രമേ കൂടത്തുള്ളൂ. ഫേസ്ബുക്കിൽ നമ്മുടെ വെബ്സൈറ്റിലെ ട്രാഫിക് കൂട്ടാനും നമ്മുടെ ആപ്പ് ഡൗൺലോഡ് കൂട്ടാനും നമുക്ക് ലീഡ് ജനറേറ്റ് ചെയ്യാനും നമുക്ക് സെയിൽസ് വർദ്ധിപ്പിക്കാനും ഒക്കെ തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് അവൈലബിൾ ആണ്. പക്ഷേ ഇന്നത്തെ സമയപരിമിതി കാരണം ഞാൻ ഫേസ്ബുക്കിലെ ബൂസ്റ്റ് പോസ്റ്റ് മാത്രം പറയുകയാണ്. ഇനിയുള്ള വീഡിയോകളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ശ്രമിക്കുന്നതാണ്. എങ്ങനെ ഫേസ്ബുക്കിലൊരു ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നും എങ്ങനെ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോകളിൽ പറയാൻ ശ്രമിക്കാം. നമ്മളൊരു ബൂസ്റ്റ് പോസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അത് കൃത്യമായ ഓഡിയൻസിൽ തന്നെയാണോ എത്തുന്നതെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്ന എല്ലാ പോസ്റ്റിനും നമ്മൾ ട്രാക്ക് ചെയ്യണം. എങ്ങനെയൊക്കെ നമുക്ക് ഒരു പോസ്റ്റിനെ ട്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യം പറയാനുള്ള ലൈക്സ് ആണ്. ഒരു പോസ്റ്റിന് എത്ര ലൈക്ക് ഒരു പർട്ടിക്കുലർ ദിവസം അല്ലെങ്കിൽ ആഴ്ച അല്ലെങ്കിൽ മാസത്തിൽ കിട്ടി എന്നുള്ളത് ട്രാക്ക് ചെയ്യുക. രണ്ടാമത്തെ റീച്ച്, എത്ര പേരിലാണ് ഈ പോസ്റ്റ് റീച്ച് ആയതെന്നുള്ളത് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ റിയാക്ഷൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഓഡിയൻസ് നിങ്ങളുടെ പോസ്റ്റിന് റെസ്പോണ്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഓരോ പുതിയ പോസ്റ്റ് ചെയ്യുമ്പോഴും പ്രീവിയസ് പോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ബെറ്റർ ആയിട്ടുള്ള റിയാക്ഷൻസ് ആണോ, ലൈക്സ് ആണോ, റീച്ച് ആണോ ഒക്കെ ലഭിക്കുന്നുള്ള മനസ്സിലാക്കുക. അതിനെ വിലയിരുത്തി അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാലക്രമേണ നിങ്ങളുടെ പോസ്റ്റൊക്കെ ബെറ്റർ ആവും. കാലക്രമേണ നിങ്ങളുടെ പോസ്റ്റുകൾ വൈറലാവാനുള്ള പോസിബിലിറ്റീസും കൂടും. അങ്ങനെ 1-2 പോസ്റ്റുകൾ വൈറലായി കഴിഞ്ഞാൽ അതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ബൂസ്റ്റ് പോസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഫേസ്ബുക്ക് എന്ന പ്ലാറ്റ്ഫോമിൽ കാശ് ചിലവാക്കേണ്ട ആവശ്യമേ വരത്തില്ല. ഇന്നത്തെ വീഡിയോയിൽ ഫേസ്ബുക്ക് അഡ്വർടൈസിനെ കുറിച്ച് ഒന്നും അറിയാത്തൊരു വ്യക്തിക്ക് പോലും എങ്ങനെ ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫേസ്ബുക്ക് എന്ന കമ്പനിയുടെ ഹിസ്റ്ററിയും എങ്ങനെ ഒരു ഫേസ്ബുക്കിൽ പേജ് ക്രിയേറ്റ് ചെയ്യാമെന്നും അതിൻ്റെ ഡിഫറെൻറ്റ് സെറ്റിങ്സ് എന്തൊക്കെയാണെന്നും ഏതൊക്കെ തരത്തിലുള്ള പോസ്റ്റോ അല്ലെങ്കിൽ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നും എങ്ങനെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ബൂസ്റ്റ് ചെയ്യാമെന്നും അതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ട് വീഡിയോക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.